Hello everyone, it's me Faiz from AIMS Nagpur. So നമ്മൾ ഏത് ചാപ്റ്റർ ആയിരുന്നു ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്? ചാപ്റ്റർ നമ്പർ 13 ഓസിലേഷൻസ്, കറക്റ്റ് അല്ലേ? സോ നമ്മൾ ഏകദേശം തിയറി പോർഷൻ നമ്മൾ എന്ത് ചെയ്തു, കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. എവിടം വരെ എത്തിയിരുന്നു നോക്കാം. ഫോഴ്സ് ലോ, എനർജി, ഒക്കെ എനർജി എല്ലാം നമ്മൾ കണ്ടു. സോ നമ്മൾ എക്സസൈസ് നമ്മൾ സോൾവ് ചെയ്ത് കൊണ്ടിരിക്കുകയായിരുന്നു. എവിടം വരെ എത്തി? സോ ക്വസ്റ്റ്യൻ നമ്പർ 13.9 കഴിഞ്ഞു. ഇതോ 13.10? ഓക്കെ, സോ നമുക്ക് എന്തിട്ടാം, ഇവിടെ തൊട്ട് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, കറക്റ്റ് അല്ലേ? യെസ്. ഓക്കെ, നമ്മൾ ഇവിടെ ഒരു ചോദ്യം ചെയ്യുന്നില്ലേ? 13.9 നോക്ക്. എ സ്പ്രിംഗ് ഹാവിംഗ് വിത്ത് എ സ്പ്രിംഗ് കോൺസ്റ്റന്റ് 1200 Newton per meter is mounted on a horizontal table as shown in figure. A mass of 3 kg is attached to the free end of the spring. The mass is then pulled sideways to a distance of 2 centimeter and released. അല്ലെ, നമ്മളിവിടെ ഫ്രീക്വൻസി ഓഫ് ഓസിലേഷൻ കണ്ടു, ആൻഡ് മാക്സിമം ആക്സിലറേഷൻ ഓഫ് ദ മാസ് കണ്ടു, ആൻഡ് മാക്സിമം സ്പീഡും കണ്ടു. ഓക്കെ, സെയിം ചോദ്യം തന്നെ. Let us take the position of mass when the spring is unstretched as x is equal to 0, and the direction from left to right as the positive direction of x-axis. Give x as a function of time t for the oscillating mass if at the moment we start the stopwatch at time t equal to 0, the mass is. Okay, മാസ് എവിടെയാണ് ഉണ്ടാവുക എന്നാണ് ചോദ്യം. കറക്റ്റ് അല്ലേ? യെസ്. സിമ്പിൾ ആണ്. നമ്മൾ എങ്ങനെ അപ്രോച്ച് ചെയ്യുന്നത് ഇതിനെ? ഇവിടെ നമ്മൾ 2 സെന്റിമീറ്റർ അല്ലേ ആക്ച്വലി പുള്ള് ചെയ്തത്. സോ നമുക്ക് പറയാൻ പറ്റും എന്ത് പറയാൻ പറ്റും, തലയില്ല. സോ നമുക്ക് വേറൊരു പേജ്. ഓക്കെ, സോ ഇത് രണ്ടും ക്ലബ് ബേസ്ഡുള്ള ചോദ്യമാണ്. സോ നമുക്ക് എങ്ങനെ അപ്രോച്ച് ചെയ്യാൻ നോക്കിക്കോ. 2 സെന്റിമീറ്ററിലെ അങ്ങോട്ട് എന്ത് ചെയ്തത്, പുള്ള് ചെയ്തത്. സോ എനിക്ക് പറയാൻ പറ്റും എന്ത്, ഡിസ്റ്റൻസ് ട്രാവൽഡ് by the mass. Distance traveled by the mass sideways എത്രയാണത്? സപ്പോസ് ഞാൻ എടുക്കാണത് എക്സ് എടുക്കാണ്, ദാറ്റ് ഈസ് 2 സെന്റിമീറ്റർ. കറക്റ്റ്, ദാറ്റ് ഈസ് 2 സെന്റിമീറ്റർ. കറക്റ്റ് അല്ലേ? യെസ്. നമുക്ക് എന്താണ് കാണേണ്ടത്? ഗിവ് എക്സ് ആസ് എ ഫംഗ്ഷൻ ഓഫ് ടൈം ടി ഫോർ ഓസിലേറ്റിംഗ് മാസ്. ഓക്കെ, ദ മാസ് ഈസ്, ഓക്കെ, മീൻ പൊസിഷനിലാണോ, at the maximum stretched position, at the maximum compressed position. In what way do these functions for SHM differ from each other? In frequency, in amplitude, or the initial phase? Okay. Easy. Yes. Angular frequency of the oscillation എത്രയായിരുന്നു? നേരത്തെ കണ്ടതാണ്. സ്റ്റിൽ നമുക്ക് ഈ ചോദ്യം നമുക്ക് എന്ത് ചെയ്യാൻ കണ്ടുപിടിക്കാം, ആംഗുലാർ ഫ്രീക്വൻസി. നമ്മൾ ആംഗുലാർ ഫ്രീക്വൻസി കാണുന്നത്, we know that k is equal to എന്തായിരുന്നു? k, wait, we can write k is equal to m omega square. Correct അല്ലേ? So omega will be root of k by m. So ഇവിടെ root of k, root 1200 divided by mass 3 kg, that is 20. കറക്റ്റ് അല്ലേ? സോ നമുക്ക് ആംഗുലാർ ഫ്രീക്വൻസി ഒമേഗ വരുന്നത് എത്രയായിരുന്നു? 20 റേഡിയൻ പെർ സെക്കൻഡ്. കറക്റ്റ് അല്ലേ? യെസ്. ഇവിടെ നമ്മൾ എന്ത് ചെയ്യാണ്? ഇവിടെ നോക്ക്, ഇവിടെ ഈ ലൈന് ശ്രദ്ധിച്ച് പഠിക്ക്. Let's take the position of mass when the spring is unstretched as x is equal to 0, and the direction from left to right as the positive direction of x-axis. Give x as a function of time t for the oscillating mass if at the moment we start the stopwatch. Okay, നമ്മളിപ്പോ സ്റ്റാർട്ട് ചെയ്യാണ്. ഓക്കെ, നമ്മളിപ്പോ എന്താണ് സ്റ്റാർട്ട് ചെയ്യാം. അറ്റ് ദ മൊമെന്റ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നേ ഉള്ളൂ. ഓക്കെ, അപ്പൊ നമുക്ക് ഏത് നോക്കിക്കോ. അപ്പൊ എനിക്ക് ഇങ്ങനെ ആ ഒരു മോഷനെ ഇങ്ങനെ
ഡിസ്പ്ലേസ്മെന്റ് ഇക്വേഷൻ ഇങ്ങനെ കൂടെ എക്സ് ഇസ് ഈക്വൽ ടു എ സൈൻ ഒമേഗ ടി. കാരണം എന്താ, ടി 0 ആയിരിക്കുമ്പോ സൈൻ ഒമേഗ ടി എന്തായിരിക്കും, 0. ദാറ്റ് ഈസ് എക്സ് ഇസ് ഈക്വൽ ടു 0. സൈൻ 0 0. കറക്റ്റ് അല്ലേ? സോ അതുകൊണ്ടാണ് ഞാൻ എന്ത് സൈൻ ഫംഗ്ഷൻ എടുത്തത്. അതായത് എക്സ് ഇസ് ഈക്വൽ ടു എ സൈൻ ഒമേഗ ടി. At t equal to 0, x is equal to 0. At t equal to 0, x is also equal to 0. Easy, yes. ഇനി നമുക്ക് ഡിസ്പ്ലേസ്മെന്റ് കാണാം. ഇവിടെ ആംപ്ലിറ്റ്യൂഡ് എത്ര വരുന്നത്, ആംപ്ലിറ്റ്യൂഡ് നോക്കിക്കോ. ഈ ക്വസ്റ്റനിൽ പറഞ്ഞിട്ടുണ്ട് 2 സെന്റിമീറ്റർ ആണ് എന്ത് ചെയ്തത്, നമ്മൾ പുൾ ചെയ്തത്. സോ ആംപ്ലിറ്റ്യൂഡ് എത്രയായിരിക്കും വരിക, 2 സെന്റിമീറ്റർ ആണ് പുൾ ചെയ്തതെങ്കിൽ ആംപ്ലിറ്റ്യൂഡ് വിൽ ബി ഒബ്വിയസ്ലി എത്രയായിരിക്കും, 2 സെന്റിമീറ്റർ ഓൺലി. സോ ആംപ്ലിറ്റ്യൂഡ് 2 സെന്റിമീറ്റർ ആയിരിക്കും. സോ എനിക്ക് ഇതിനെ 2 സൈൻ ഒമേഗ ടി എഴുതിക്കൂടെ? യെസ്. ഇനി ഒമേഗ നമുക്ക് കിട്ടിയല്ലോ എത്ര, 20. സോ എക്സ് ഇസ് ഈക്വൽ ടു 2 സൈൻ 20t. കറക്റ്റ്, 2 സൈൻ 20t. ഓക്കെ. സോ അതായിരിക്കും എന്ത്, അറ്റ് ദ മീൻ പൊസിഷനിൽ എന്ത് ഡിസ്പ്ലേസ്മെന്റ്. ഡിസ്പ്ലേസ്മെന്റ് നോക്കണം. അറ്റ് മീൻ പൊസിഷൻ എനിക്ക് എഴുതാം 2 സൈൻ 20t. സോ ഒന്നാമത്തെ അതായത് എ, അതായത് എ കണ്ടീഷൻ എ. ഇനി കണ്ടീഷൻ ബി എന്താ പറയുന്നത്, ബി പറയുന്നത് നോക്കിക്കോ. ബി പറയുന്നത് അറ്റ് ദ മാക്സിമം സ്ട്രെച്ച്ഡ് പൊസിഷൻ. അറ്റ് ദ മാക്സിമം സ്ട്രെച്ച്ഡ് പൊസിഷൻ. സോ മാക്സിമം സ്ട്രെച്ച്ഡ് പൊസിഷൻ മീൻസ്, സപ്പോസ് നമ്മൾ ഇതിനെ പിക്ചോറിക്കലി റെപ്രസെന്റ് ചെയ്യുകയാണെങ്കിൽ നോക്കിക്കോ, അല്ലെ, ഇത് നമുക്ക് എന്ത് എടുക്കാം, മീൻ പൊസിഷൻ എടുക്കാം. ഇത് പ്ലസ് എ, ആംപ്ലിറ്റ്യൂഡ് ഇത് മൈനസ് എ, ലെഫ്റ്റ് റൈറ്റ് പോസിറ്റീവ് എടുക്കാൻ പറയാം. സോ മാക്സിമം സ്ട്രെച്ച്ഡ് പൊസിഷൻ മീൻസ് ബ്ലോക്ക് എവിടെ ഉണ്ടാവുക, ബ്ലോക്ക് ഉണ്ടാവുക ഇവിടെ, ഇവിടെ അല്ലെ മാക്സിമം സ്ട്രെച്ച്ഡ് പൊസിഷൻ. സോ മാക്സിമം സ്ട്രെച്ച്ഡ് പൊസിഷൻ ഒബ്വിയസ്ലി നമുക്കറിയാം, ഒരു ഡിസ്പ്ലേസ്മെന്റ് ഇക്വേഷൻ എഴുതുമ്പോൾ എ സൈൻ ഒമേഗ ടി പ്ലസ് 5 അല്ലെ, സംതിങ് സം ഫേസ് കോൺസ്റ്റന്റ് അല്ലെ, ഫേസ് ഡിഫറൻസ് ഇല്ല എവിടെ, യെസ്, ഒരു ഫേസ് കോൺസ്റ്റന്റ് ഉണ്ട് ഇവിടെ, ഒരു ഫേസ് ആംഗിൾ ഉണ്ട്. അതെങ്ങനെ കണ്ടുപിടിക്കുന്നത്, സിമ്പിൾ ആണ്. ക്വസ്റ്റ്യൻ എന്താ പറഞ്ഞ, എവിടെയാണ് ടൈം ടി ഈക്വൽ ടു 0 ബ്ലോക്ക് ഉള്ളത്, മാക്സിമം സ്ട്രക്ചർഡ് പൊസിഷൻ. ദാറ്റ് ഈസ് എക്സ് ഇസ് ഓൾസോ ഈക്വൽ ടു എ ഈക്വൽ ടു എ സൈൻ ടൈം 0 എ സൈൻ 5. ദാറ്റ് ഈസ് 1 ഈസ് ഈക്വൽ ടു സൈൻ 5. ദാറ്റ് ഈസ് സൈൻ എത്രയാകുമ്പോഴാണ് 1 ആവുന്നത്, 90. ദാറ്റ് ഈസ് 5/2. സോ ഈ കേസിൽ നമ്മൾ പറയുമ്പോൾ എങ്ങനെ കൊടുക്കണം, എക്സ് ഇസ് ഈക്വൽ ടു എ സൈൻ ഒമേഗ ടി പ്ലസ് 5/2 ഫേസ്. കറക്റ്റ് അല്ലേ, ഈസി അല്ലേ? യെസ്. ഇനി നമുക്ക് സിമ്പിൾ ആണ്, ഓരോന്ന് വാല്യൂ. എ 2 ആണ്, സൈൻ ഒമേഗ 20t പ്ലസ് 5/2. വേണ്ട, സിമ്പിൾ ആണ്, വളരെ സിമ്പിൾ ആയിട്ടാണ് ഇത് സോൾവ് ചെയ്ത് പോകുന്നത്. ഓക്കെ, യെസ്. ഇനി നമുക്ക് ഇങ്ങനെ അറിയാലോ എന്ത്, സൈൻ എനിത്തിങ്, സൈൻ സപ്പോസ് എ, സൈൻ എ പ്ലസ് 5/2 ഐ ക്യാൻ ഓൾസോ റൈറ്റ് കോസ് എ. എഴുതിക്കൂടെ? എഴുതാം. സോ എക്സ് ഇസ് ഈക്വൽ എങ്ങനെ വേണമെങ്കിൽ എഴുതാം, 2 cos 20t. ഇങ്ങനെ വേണമെങ്കിലും എഴുതാം. ദാറ്റ്സ് ഓൾ. ഓക്കെ, യെസ്. ഇനി മൂന്നാമത്തെ കണ്ടീഷൻ എന്താണ്? മൂന്നാമത്തെ കണ്ടീഷൻ പറയുന്നത് നോക്കിക്കോ. മൂന്നാമത്തെ കണ്ടീഷൻ ക്വസ്റ്റനിൽ പറയുന്നത്, മൂന്നാമത്തെ കണ്ടീഷൻ നോക്ക്, അറ്റ് ദ മാക്സിമം കംപ്രസ്ഡ് പൊസിഷൻ. മാക്സിമം കംപ്രസ്ഡ് പൊസിഷനിലാണെങ്കിൽ നമുക്ക് ഈ ഡയഗ്രം തന്നെ പറയാം. മാക്സിമം കംപ്രസ്ഡ് പൊസിഷൻ മീൻസ് നോക്കിക്കോ, മാക്സിമം കംപ്രസ്ഡ് പൊസിഷൻ മീൻസ് ബ്ലോക്ക് എവിടെ ഉണ്ടത്, ബ്ലോക്ക് ഉള്ളത് ഇവിടെ അല്ലെ, മാക്സിമം കംപ്രസ്ഡ്. അതെങ്ങനെയാണ് മനസ്സിലായി നോക്കിക്കോ. നമ്മുടെ ഡയഗ്രം ഇതാ, ഈ ഡയഗ്രം നമ്മളെല്ലാം സ്റ്റാർട്ട് ചെയ്തത്, ഇതാണ് നമ്മുടെ ഡയഗ്രം. ഇതേ ഡയഗ്രത്തിന് ഇങ്ങനെ എടുക്കാണ്. നോക്കിക്കോ, ഇത് ഇപ്പൊ ഞാൻ എന്ത് വെച്ചില്ല, ഒന്നും, സപ്പോസ് ഇത് റെസ്റ്റിലിരിക്കുകയാണ്, ഒന്നുമില്ല, ഒരു മൂവ്മെന്റ് ഇല്ല. സോ ഇതാണ് എന്ത് മീൻ പൊസിഷൻ. ഓക്കെ, ഇതാണ് മീൻ എന്ന് കണക്കാക്കുക. സോ ഇങ്ങോട്ടേക്ക് വലിക്കുമ്പോ സപ്പോസ് ഇത് ഇവിടം വരെ എത്തുമെന്ന് വിചാരിച്ചു, പ്ലസ് എ. ഇനി അത് ഇങ്ങോട്ടേക്ക് കംപ്രസ് ചെയ്യുമ്പോൾ എന്തായിരിക്കും, മൈനസ് എ. നോർമലി ഇങ്ങനെയല്ല സംഭവിക്കുന്നത്, അവർ ബ്ലോക്കിന് ഒരു ബ്ലോക്ക് വെക്കുമ്പോഴുള്ള ഒരു ഉള്ളുണ്ട്. ഓക്കെ, ദാറ്റ്സ് ഓൾ. സോ ഇതാണ് എന്ത്, മൈനസ് എ, മാക്സിമം കംപ്രസ്ഡ് പൊസിഷൻ. ഇതെന്തായിരുന്നു, മാക്സിമം കംപ്രസ്ഡ് പൊസിഷൻ. അതിന് മുകളിലുള്ളത് മാക്സിമം സ്ട്രെച്ച്ഡ് പൊസിഷൻ അല്ലെ. നമുക്ക് വേണമെങ്കിൽ അങ്ങനെ റെപ്രസെന്റ് ചെയ്യാം. ഈ പൊസിഷൻ എന്തായിരുന്നു, മാക്സിമം സ്ട്രെച്ച്ഡ് പൊസിഷൻ. എന്താണ്, മാക്സിമം സ്ട്രെച്ച്ഡ് പൊസിഷൻ. മാക്സിമം സ്ട്രെച്ച്ഡ് പൊസിഷൻ ആണിത്. കറക്റ്റോ? ഇതോ മാക്സിമം കംപ്രസ്ഡ് പൊസിഷൻ. മാക്സിമം കംപ്രസ്ഡ് പൊസിഷൻ.
maximum compressed position, maximum compressors. Okay, ഈസി ആണ്. പിന്നെ ജസ്റ്റ് ഇക്വേഷൻ വെച്ച് കൊടുത്താൽ മതി. സോ നമുക്ക് ഇവിടെ നമ്മൾ ഡിസ്പ്ലേസ്മെന്റ് ഇക്വേഷൻ കൊടുക്കുമ്പോൾ നമ്മൾ എങ്ങനെ എഴുതേണ്ടി വരും? ഇത് സി അല്ലേ? എങ്ങനെ എഴുതേണ്ടി വരും? ഇവിടെ ഇങ്ങനെ എഴുതേണ്ടി വരും, എക്സ് ഇസ് ഈക്വൽ ടു എ സൈൻ ഒമേഗ ടി പ്ലസ് ആ ഫൈ നമുക്ക് അറിയത്തില്ല, അത് കണ്ടുപിടിക്കണം. നമുക്കറിയാം ഇത് എക്സ് ടൈം ടി സീറോ ആയിരിക്കുമ്പോൾ മൈനസ് ഏഴല്ലേ ഉള്ളത് ഡിസ്പ്ലേസ്മെന്റ്. എ സൈൻ ഒമേഗ ആ ടേം എന്തായി? സീറോ ആയി. സോ സൈൻ ഒമേഗ ടി സീറോ ആയി, സൈൻ ഫൈവ്. സോ -1 ഈസ് സൈൻ ഫൈവ്. അപ്പോഴാണ് സൈൻ നെഗറ്റീവ് ആവുന്നത്. ഇസ് ഈക്വൽ ടു ഫൈവ് വിൽ ബി ഈക്വൽ ടു 3π/2. 3π/2. സോ ഡിസ്പ്ലേസ്മെന്റ് ഇക്വേഷൻ ഇവര് എ സൈൻ ഒമേഗ ടി പ്ലസ് 3π/2. അല്ലെങ്കിൽ എനിക്ക് വേണ്ടി ഇങ്ങനെ എഴുതാം, എക്സ് ഇസ് ഈക്വൽ ടു മൈനസ് എ കോസ് ഒമേഗ ടി. ഏത് വേണമെങ്കിലും എഴുതാം. ഇവിടെ എക്സ് ഇസ് ഈക്വൽ ടു -2 കോസ് 20. ഇനി അതിന്റെ ലാസ്റ്റ് ചോദ്യം എന്ന് പറയാമോ? ഇതാണ് ലാസ്റ്റ് ചോദിച്ചിരിക്കുന്നത്. ഇൻ വാട്ട് വേ ഡു ദീസ് ഫങ്ഷൻസ് ഫോർ എ സിസ്റ്റം ഡിഫർ ഫ്രം ഈച്ച് അതർ? ഫ്രീക്വൻസിയിലാണോ, ആംപ്ലിറ്റ്യൂഡിലാണോ, അതോ ഇനീഷ്യൽ ഫേസിലാണോ? ഏതിലാണ് വ്യത്യാസമുള്ളത്? നോക്കിക്കോ, 3 ഇക്വേഷൻ. ഒന്നാമത്തെ ഇക്വേഷൻ എവിടെ? ഒന്നാമത്തെ ഇക്വേഷൻ ആണ് ഇത്. ഇതാണ് ഒന്നാമത്തെ ഇക്വേഷൻ. ഇത് രണ്ടാമത്തെ ഇക്വേഷൻ. അപ്പൊ എല്ലാം സൈൻ നോക്കിയോ, സൈൻ ഉള്ള ഇതാണ് രണ്ടാമത്തെ ഇക്വേഷൻ അല്ലേ? ഇതാണ് എന്ത്? മൂന്നാമത്തെ ഇക്വേഷൻ. എല്ലാവരുടെയും ആംപ്ലിറ്റ്യൂഡ് ഒരേ തന്നെയല്ലേ? ആംപ്ലിറ്റ്യൂഡ് എ സെയിം ആണ്, ഫ്രീക്വൻസി സെയിം ആണ്. ബട്ട് ഏതാണ് ഡിഫറൻസ് വരുന്നത്? ഡിഫറൻസ് വരുന്നത് ആകെ എന്തിന് മാത്രമാണ്? ഇനീഷ്യൽ ഫേസിൽ മാത്രമാണ്. ഇനീഷ്യൽ ഫേസിൽ മാത്രമേ എന്തുള്ളൂ? ഡിഫറൻസ് ഉള്ളൂ. ഇനീഷ്യൽ ഫേസിൽ മാത്രമേ ഡിഫർ ചെയ്യുന്നുള്ളൂ. ബാക്കിയെല്ലാം ആംപ്ലിറ്റ്യൂഡും സെയിം ആണ്, ആൻഡ് ഫ്രീക്വൻസിയും സെയിം ആണ്. ഓക്കെ, യെസ്. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യാം? 13.11. ഓക്കെ, ഈ ചോദ്യം നോക്കാം. ചോദ്യത്തിൽ എന്താണ് പറഞ്ഞിരിക്കുന്നത്? ഫിഗർ 13.20 correspond to 2 circular motion. നമുക്ക് 2 സർക്കുലർ മോഷൻ ഗിവൺ ആണ്. The radius of the circle, the period of revolution, the initial position, and the sense of revolution, that is clockwise or anti-clockwise, are indicated on each figure. Obtain the corresponding simple harmonic motion of the x projection of the radius vector of the revolving particle P. Okay, ഇത് നല്ല ചോദ്യമാണ്. ഇത് നമുക്ക് സോൾവ് ചെയ്താൽ തന്നെ SHM-ഉം സർക്കുലർ മോഷനുള്ള റിലേഷൻ ഇല്ലേ, അതെന്ത് ചെയ്യും? ക്ലിയർ ആവും. ഞാനിത് ആദ്യം എന്ത് ചെയ്യട്ടെ? റബ്ബ് ചെയ്ത് കളയട്ടെ. ഓക്കെ, നമുക്ക് ആദ്യം എന്ത് ചെയ്യാം? സർക്കിൾ വരക്കാം. ഓക്കെ, യെസ്. സോ എന്റെയും കാണണം, ബിന്റെയും കാണണം. ഓക്കെ, ആദ്യം നമുക്ക് എ ഡയഗ്രാം എ വരക്കാം. കറക്റ്റ് അല്ലേ? യെസ്. വെയിറ്റ്. No. സർക്കിൾ വരക്കണമെങ്കിൽ കുറച്ച് യെസ്. ഓക്കെ, നമുക്ക് എന്ത് ചെയ്യാം? കറക്റ്റ് ആയിട്ട് എടുക്കുവാണെങ്കിൽ ഓക്കെ, ഇതെങ്ങനെ എടുത്തിട്ട് യെസ്. ഓക്കെ, അപ്രോക്സ് നമുക്ക് പറയാം. ഓക്കെ, ഒന്നാമത്തെ ഡയഗ്രത്തില് എന്തൊക്കെയാ പറഞ്ഞിരിക്കുന്നത്? ടൈം t = 0 പാർട്ടിക്കിൾ എവിടെയാണുള്ളത്? ഓക്കെ, ടൈം t = 2 സെക്കൻഡ്. ഇത്രയും കാര്യങ്ങൾ ക്വസ്റ്റ്യനിൽ ഗിവൺ ആണ് അല്ലേ? യെസ്. സോ ഒന്നാമത്തെ നമുക്ക് മോശം എന്തൊക്കെ കാര്യങ്ങൾ ക്വസ്റ്റ്യനിൽ ഗിവൺ ആണ്? ടൈം പീരീഡ് ഗിവൺ ആണ് എത്ര? 2 സെക്കൻഡ്. ടൈം പീരീഡ് ഗിവൺ ആണ് 2 സെക്കൻഡ്. റേഡിയസ് ഓഫ് ദ സർക്കിൾ, ദാറ്റ് ഈസ് റേഡിയസ് ഗിവൺ ആണ് എത്ര? റേഡിയസ് എത്രയാണ്? റേഡിയസ് ഇതിന്റെ 3 സെന്റിമീറ്റർ. പിന്നെ ടൈം പീരീഡും ഗിവൺ ആണ്. ടൈം പീരീഡും ഗിവൺ ആണ് എത്ര? 2 സെക്കൻഡ്. ടൈം പീരീഡും ഗിവൺ ആണ് 2 സെക്കൻഡ്. യെസ്.
ഈ ഡയഗ്രാം നോക്കിക്കോ. ഡയഗ്രത്തിൽ നോക്ക്, ടൈം ടി ഈക്വൽ ടു സീറോയില് പാർട്ടിക്കിൾ എവിടെയാണുള്ളത്? നോക്ക്, പാർട്ടിക്കിൾ ഇവിടെയാണ് ഉള്ളത് അല്ലേ? കറക്റ്റ് അല്ലേ? യെസ്. ഇനി അതിന്റെ സെൻസ് ഓഫ് റൊട്ടേഷൻ നോക്ക്. സെൻസ് ഓഫ് റൊട്ടേഷൻ ഇങ്ങോട്ടാണ്. ദാറ്റ് മീൻസ് എന്താണിത്? ക്ലോക്ക് വൈസ് ആണ് അല്ലെ? ക്ലോക്ക് വൈസ് സെൻസ് ഓഫ് റൊട്ടേഷൻ ആണ്. സോ അറ്റ് ടൈം ടി ഈക്വൽ ടു സീറോയില് പാർട്ടിക്കിൾ ഉള്ളത് ഇവിടെ അല്ലെ? പാർട്ടിക്കിൾ ഉള്ളത് ഇവിടെ. സോ പാർട്ടിക്കിൾ എന്താണ്? സർക്കുലർ മോഷൻ ആണ്. ഇങ്ങനെ 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 മൂവ് ചെയ്തുകൊണ്ടിരിക്കുക. ഓക്കെ, കറക്റ്റ് അല്ലേ? യെസ്. സോ കറക്റ്റ് പറയുകയാണെങ്കിൽ എങ്ങനെ പറയാൻ പറ്റും? സോ സപ്പോസ് ഞാൻ എന്തെടുക്കാണ്? സോ ഇവിടെ ടൈം ടി ഈക്വൽ ടു സീറോയില് ടൈം ടി ഈക്വൽ ടു സീറോയില് പാർട്ടിക്കിൾ ഉള്ളത് ഇവിടെയാണ്. ഓക്കെ, ദാറ്റ് ഈസ് ക്ലിയർ. സോ ഞാനൊരു ജനറലി ഇപ്പൊ നോക്കുകയാണെങ്കിൽ ഞാൻ എന്ത് ചെയ്യാണ്? റേഡിയസ് വെക്ടർ അല്ലേ പ്രൊജക്ട് പറയേണ്ടത്? the corresponding simple harmonic motion of the x projection of the radius vector. X projection of the radius vector revolving particle P. Of the revolving particle P. Okay. The revolving particle P. Yes. Suppose ഒരു ഇൻസ്റ്റന്റിൽ ഇവിടെയാണ് പാർട്ടിക്കിൾ എന്ന് വിചാരിച്ചു. ഏതോ ഒരു ഇൻസ്റ്റന്റിൽ പാർട്ടിക്കിൾ ഇവിടെയാണ് ഉള്ളത്. പാർട്ടിക്കിൾ P ഇവിടെയാണ് ഉള്ളത്. ഇതിന്റെ എക്സ് പ്രൊജക്ഷൻ ആണ് വേണ്ടത്. എന്ത് പ്രൊജക്ഷൻ ആണ് വേണ്ടത്? എക്സ് പ്രൊജക്ഷൻ. അല്ലെങ്കിൽ ഒരു ഈസിന് വേണ്ടിയിട്ട് നമുക്ക് ഇവിടെ കൊടുക്കാം. ഇവിടെ എന്ന് വിചാരിച്ചോ. ഇതിന്റെ എക്സ് പ്രൊജക്ഷൻ എന്താണ് ആക്ച്വലി? അതിന്റെ എക്സ് പ്രൊജക്ഷൻ ഇതല്ലേ അതിന്റെ എക്സ് പ്രൊജക്ഷൻ? കറക്റ്റ് അല്ലേ? ഇതല്ലേ എക്സ് പ്രൊജക്ഷന്? സോ സപ്പോസ് ഈ ആംഗിള് തീറ്റ ആണെങ്കിൽ എക്സ് പ്രൊജക്ഷൻ എന്താണ് ആക്ച്വലി? That is radius vector into r into cos theta. Correct അല്ലേ? r cos theta. ഇവിടെ ഓക്കെ, r cos theta. So x is equal to radius തന്നെ ഇവിടെ 3. So 3 cos theta അല്ലേ? ഇനി നമുക്ക് ആക്ച്വലി തീറ്റ എന്താണ്? ഇത് ഒമേഗയിലെ തീറ്റ നമുക്ക് എങ്ങനെ എഴുതാം? ഒമേഗ ഇൻറ്റു ടൈം അല്ലേ? എത്ര ആംഗിൾ കവർ ചെയ്യുന്നുള്ളത്? വെലോസിറ്റി ഇൻറ്റു ടൈം അല്ലേ? ആംഗുലാർ ഫ്രീക്വൻസി ഇൻറ്റു ടൈം ആണ് ഇവിടെ. സോ എനിക്ക് ഇവിടെ എങ്ങനെ കൊടുക്കാം? എക്സ് ഇസ് ഈക്വൽ ടു 3 കോസ് ഒമേഗ ടി. ഓക്കെ, യെസ്. ഇനി നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് ഒരു കാര്യം അറിയാം. ടൈം ടി ഈക്വൽ ടു സീറോയില് പാർട്ടിക്കിൾ ഇവിടെയാണ് ഉള്ളത്. ടൈം ടി ഈക്വൽ ടു സീറോയിൽ പാർട്ടിക്കിൾ എത്ര ആംഗിൾ മേക്ക് ചെയ്യുന്നുണ്ട്? എക്സ് ആക്സിസ് ആയിട്ട് 90 ഡിഗ്രി. സോ എക്സ് എന്ന് പറയാൻ പറ്റും. ടൈം ടി ഈക്വൽ ടു സീറോയില് പാർട്ടിക്കിൾ ഉള്ളത് എങ്ങനെയാണ്? ടൈം ടി ഈക്വൽ ടു സീറോയില് പാർട്ടിക്കിൾ ഉള്ളത് ഇങ്ങനെയാണ് അല്ലേ? ഇങ്ങനെ എന്ന് പറയുമ്പോൾ അതിന്റെ എക്സ് പ്രൊജക്ഷൻ എത്രയാണ്? എക്സ് പ്രൊജക്ഷൻ 0 ആണല്ലേ? എക്സ് പ്രൊജക്ഷൻ എത്രയാണ്? 0. സോ 0 is equal to 3 cos omega t. ഓക്കെ, ഇനി നമ്മൾ ഫേസ് ആംഗിൾ ഉണ്ടെന്നാണ് നോക്കേണ്ടത്. നമ്മൾ എന്ത് ചെയ്യേണ്ടത്? നോക്കേണ്ടത്. സോ അതിനുവേണ്ടി നമുക്ക് എന്ത് ചെയ്യാം? ഇവിടെ എക്സ് ഇസ് ഈക്വൽ ടു 3 കോസ് ഒമേഗ ടി പ്ലസ് 5 കൊടുക്കുക. സോ എക്സ് 0 ആണ്, ടൈം 0 ആകുമ്പോൾ 3 കോസ് 5. ദാറ്റ് ഈസ് കോസ് 5 ഈക്വൽ ടു 0. എപ്പോഴാണ് കോസ് 0 ആകുന്നത്? π/2. സോ ഫേസ് ആംഗിൾ എത്രയാണ് വരുന്നത്? π/2. സോ നമ്മള് SHM-ന്റെ ഡിസ്പ്ലേസ്മെന്റ് ഇക്വേഷൻ എങ്ങനെ എഴുതാം നമുക്ക്? എക്സ് ഇസ് ഈക്വൽ ടു 3 കോസ് ഒമേഗ ടി പ്ലസ് 5/2. ഓക്കെ, എക്സ് ഇസ് ഈക്വൽ ടു 3 കോസ് ഒമേഗ ടി പ്ലസ് 5/2. ഇനി ഒമേഗ എന്താണ് ആക്ച്വലി? 2π ടൈം പീരീഡ് ടി. സോ എക്സ് ഇസ് ഈക്വൽ ടു എങ്ങനെ എഴുതാം? എനിക്ക് 3 കോസ് ഒമേഗ ടി 2π ടി പ്ലസ് 5/2. കറക്റ്റ് അല്ലേ? ഒരു ടൈം പീരീഡ് എത്രയാണ് ഗിവൺ? ഒന്നാമത്തെ ടൈം പീരീഡ് 2 സെക്കൻഡ് ആണ്. ഇത് 2 സെക്കൻഡ്, ഇത് 2. സോ π/2 ക്യാൻസൽ ആയിപ്പോ. സോ എക്സ് ഇസ് ഈക്വൽ ടു 3 കോസ് πt പ്ലസ് 5/2. ഓക്കെ, ക്ലിയർ? യെസ്. ഒന്നാമത്തെ നമ്മൾ സോൾവ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് രണ്ടാമത്തെ സർക്കിൾ നോക്കാം. രണ്ടാമത്തെ നമുക്ക് എന്ത് ചെയ്യാം? ഇത് ഇതിൽ തന്നെ സോൾവ് ചെയ്യാം. കാരണം സംഭവം പഠിച്ചല്ലോ, ഇവിടെ തന്നെ സോൾവ് ചെയ്യാം. നോക്കിക്കോ, ഇവിടെ എന്താണ് ഗിവൺ? ഇവിടെ ടൈം പീരീഡ് 4 ആണ്.
റേഡിയസോ 2 മീറ്റർ ആണ്. റേഡിയസ് 2 മീറ്റർ ആണ്. ടൈം പീരീഡ് 4 ആണ്. ഓക്കെ, ഇവിടെ നമുക്ക് ടൈം t = 0 പാർട്ടിക്കിൾ എവിടെയുള്ളത്? പാർട്ടിക്കിൾ ഇവിടെയാണ് ഉള്ളത്. പാർട്ടിക്കിൾ എവിടെയാണുള്ളത്? ഇവിടെ. യെസ്, പാർട്ടിക്കിൾ ഉള്ളത് ഇവിടെയാണ്. ഓക്കെ, നമ്മൾ സെയിം നേരത്തെ ചെയ്ത പോലെ തന്നെ സെയിം അപ്രോച്ചിങ് ആണ്, സെയിം വേ അപ്രോച്ച്. ഞാൻ എന്ത് ചെയ്തു, അറ്റ് ഏതെങ്കിലും ടൈമിൽ പാർട്ടിക്കിളിന്റെ പൊസിഷൻ ഇവിടെ എടുത്തു, തീറ്റ. ഓക്കെ, ആൻഡ് ആംഗിൾ ഇലാപ്സ് ചെയ്ത് തീറ്റ എടുത്തു. ഓക്കെ, എത്ര ആംഗിൾ ഇലാപ്സ് ചെയ്തിട്ട്? തീറ്റ. യെസ്. ഓക്കെ, സോ എനിക്ക് എന്തെഴുതാം? എക്സ് ഇസ് ഈക്വൽ ടു എ cos theta, that is cos omega t. A is actually radius. Yes, r cos omega t. Okay, ഇങ്ങനെ എനിക്ക് എഴുതാം അല്ലേ? x is equal to r cos omega t or x is equal to 2 cos omega t. ഇനി ടൈം t = 0 പാർട്ടിക്കിൾ ഉള്ളത് ഇവിടെയാണ്. ദാറ്റ് ഈസ് അതിന്റെ പാർട്ടിക്കിളിന്റെ എക്സ് പ്രൊജക്ഷൻ എത്രയാണ്? ടൈം t = 0 പാർട്ടിക്കിളിന്റെ എക്സ് പ്രൊജക്ഷൻ -2 ആണ് അല്ലേ? -2 അല്ലേ? യെസ്, -2 ആണ് എക്സ് പ്രൊജക്ഷൻ. -2 ആണ് എക്സ് പ്രൊജക്ഷൻ. ആൻഡ് 2 cos ഓഫ്, നമുക്ക് ഫൈ അല്ലേ കാണേണ്ടത്? കോസ്, അതായത് ഫേസ് ഡിഫറൻസ് അല്ലേ കാണേണ്ടത്? ഫൈ. -1 is equal to cos phi. -1 is equal to cos phi. എപ്പോഴാണ് കോസ് -1 ആവുന്നത്? ദാറ്റ് ഈസ് phi will be equal to pi അല്ലെ? phi will be equal to pi. യെസ്. സോ നമുക്ക് എന്ത് കിട്ടി? സോ നമ്മള് ഓക്കെ, അതും സോൾവ് ചെയ്തില്ലേ? യെസ്. ഇതില് കാൽക്കുലേറ്റർ എടുത്തിട്ട് വേണമെങ്കിൽ ഇത് ചെയ്യാം. കോസ്, യെസ്, അപ്രോക്സ് 1 പൈയില് വരുന്നത്. യെസ്. വെയിറ്റ്. ഓക്കെ, ഇവിടെ സെൻസ് ഓഫ് റൊട്ടേഷൻ നോക്കാം. അവിടെയാണ് തെറ്റെടുത്തു. ഇവിടെ സെൻസ് ഓഫ് റൊട്ടേഷൻ നോക്കടാ. ഇവിടെ സെൻസ് ഓഫ് റൊട്ടേഷൻ ഇങ്ങോട്ടാണ്, ആന്റി ക്ലോക്ക് വൈസ് ആണ്. സെൻസ് ഓഫ് റൊട്ടേഷൻ ആന്റി ക്ലോക്ക് വൈസ് ആണ്. സോ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ എടുത്ത് റേറ്റ് പോയി. സോ ആക്ച്വലി നമുക്ക് ഇങ്ങനെ എടുക്കാൻ പറ്റില്ല. സോ ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യണം? ഇവിടെ തന്നെയാണ് സ്റ്റാർട്ട് ചെയ്യുന്ന വിചാരിച്ചു. സോ നമ്മൾ എന്തെടുക്കാണ്? തീറ്റ എടുത്താണ് തെറ്റിപ്പോയത്. സെൻസ് ഓഫ് റൊട്ടേഷൻ ആന്റി ക്ലോക്ക് വൈസ് അതുകൊണ്ട് തന്നെ എന്തൊക്കെയാണ് ഇവിടെ എടുക്കാണ്. സോ ഇവിടെ തീറ്റ, ഇത് കറക്റ്റ് ആണ്. സോ എക്സ് ഇസ് ഈക്വൽ ടു എന്തെടുക്കാം നമുക്ക്? 6, ദാറ്റ് ഈസ് 2 cos omega t. ഇനി ഇവിടെ പ്രൊജക്ഷൻ നോക്ക്. സോ ഇവിടുന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇവിടുന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്, ഇവിടത്തേക്കാണ് പോകുന്നത്. സോ +2 തന്നെയായിരിക്കും. +2 is equal to 2 cos omega t. സോ +5 വെക്കുമ്പോ 5 വരുന്നത് പൈ. ഓക്കെ, യെസ്. സോ ഇക്വേഷൻ നമുക്ക് കൊടുക്കാം. എക്സ് ഇസ് ഈക്വൽ ടു 2 cos omega t, that is 2π/t, that is π/2π/4, that is π/2 plus π. യെസ്, കറക്റ്റ് അല്ലേ? യെസ്, ഇതാണ് നമുക്ക് വരുന്നത്. യെസ്, 2 cos πt/4 plus π. യെസ്, ഈസി. യെസ്, നമ്മൾ സോൾവ് ചെയ്തു. നമുക്ക് എന്ത് ചെയ്യാം? അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. ക്വസ്റ്റ്യൻ നമ്പർ 13.12. Plot the corresponding reference circle for each of the following simple harmonic motion. Indicate the initial time t = 0 position of the particle, the radius of the circle, and the angular speed of the rotating particle. For simplicity, the sense of rotation may be fixed to be anti-clockwise in every case, where x is in centimeter and t is in second. അപ്പൊ എന്താണ് ഇവിടെ നമ്മൾ ചെയ്യേണ്ടത്? പ്ലോട്ട് ദ കറസ്പോണ്ടിങ് റെഫറൻസ് സർക്കിൾ. നമ്മളിവിടെ ഇപ്പൊ നമ്മൾ സർക്കിളിന് ഡിസ്പ്ലേസ്മെന്റ് എസ് ഇക്വേഷനിലേക്ക് വന്നില്ലേ? അത് ഇതിവിടെ എന്താണ്? എക്സ് ഗിവൺ ആണ്. നമ്മൾ എന്ത് ചെയ്യണം? സർക്കിളിലേക്ക് മാറണം. ഓക്കെ, ഓക്കെ, എവറിത്തിങ് ഈസ് ഗിവൺ. ഓക്കെ, യെസ്. ഒന്നാമത്തെ ഇക്വേഷൻ എന്താ? ഒന്നാമത്തെ ഇക്വേഷൻ നമുക്ക് എന്ത് ചെയ്യാം? റബ് ചെയ്ത് കളയാം. ഒന്നാമത്തെ ഇക്വേഷൻ വരുന്നത് എന്താണ്? എക്സ് ഇസ് ഈക്വൽ ടു -2 sin 3t plus π/3. -2 sin 3t plus π/3 ഇതാണ് നമ്മുടെ ഒന്നാമത്തെ ഇക്വേഷൻ. ഓക്കെ, യെസ്.
ഇതിന്ന് എന്തൊക്കെ കാര്യങ്ങൾ നമുക്ക് വ്യക്തമാകുന്നുണ്ട്? ഒന്നാമത്തെ ഇക്വേഷൻ നോക്ക്. ഇതിന് നമുക്ക് മൈനസ് ഉള്ളതും വേണ്ടി നമുക്ക് എന്ത് ചെയ്യാം? കോസിലേക്ക് കൊണ്ടുവരാം. എങ്ങനെ കൊണ്ടുവരാം? അതിന് എക്സ് ഇസ് ഈക്വൽ ടു ഇങ്ങനെ എനിക്ക് എങ്ങനെ 2 cos 3t പ്ലസ് പൈ ബൈ 3 പ്ലസ് പൈ ബൈ 2. ഒരു പൈ ബൈ 2 ആയിട്ട് ചെയ്താൽ പോരെ? യെസ്. ഇപ്പൊ കോസ് ആയില്ലേ? യെസ്. or else we can write x is equal to 2 cos 3t plus pi by 2 plus pi by 3. എത്ര വരും? 5 pi by 6. ഓക്കെ, യെസ്. ഇത് ആക്ച്വലി ഏത് ഫോമിലാണുള്ളത്? ആക്ച്വലി ഇത് നമുക്ക് ഏത് ഫോമിലാണുള്ളത്? എക്സ് ഇസ് ഈക്വൽ ടു സപ്പോസ് ലൈക്ക് എ കോസ് ഒമേഗ ടി പ്ലസ് 5 ഫോമിലല്ലേ ഉള്ളത്? യെസ്. ഇവിടെ നമുക്ക് എന്തൊക്കെ പറയാൻ പറ്റും? ഫേസ് ഡിഫറൻസ് 5 എന്തായിരിക്കും ഇവിടെ? 5 pi by 6. കറക്റ്റ് അല്ലേ? ദാറ്റ് ഈസ് ആക്ച്വലി 150 ഡിഗ്രി. ആംപ്ലിറ്റ്യൂഡ് എത്ര വരും? ആംപ്ലിറ്റ്യൂഡ് 2 ആൻഡ് ഒമേഗയോ 3. കറക്റ്റ് അല്ലേ? ഒമേഗ 3. യെസ്. ഇത്രയും കാര്യങ്ങൾ നമുക്ക് ഇവിടെ നമുക്ക് ജസ്റ്റ് ചെയ്യാൻ മതി, സർക്കിൾ വരച്ചാൽ മതി. യെസ്. സോ സർക്കിൾ വരയ്ക്കണമെങ്കിൽ യെസ്, സർക്കിൾ വരയ്ക്കാൻ നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം? ആംപ്ലിറ്റ്യൂഡ് 2 ആയതുകൊണ്ട് തന്നെ റേഡിയസ് 2 ആയിരിക്കണം. യെസ്. അപ്രോക്സിമേറ്റ് റേഡിയസ് 2 ആയിരിക്കണം. അപ്രോക്സിമേറ്റ് സർക്കിൾ ആയല്ലോ. യെസ്. സംഭവം മനസ്സിലായി മതി. ആന്റി ക്ലോക്ക് വൈസ് അല്ലേ? സെൻസ് ഓഫ് റൊട്ടേഷൻ ആന്റി ക്ലോക്ക് വൈസ് ആണ്. സോ സപ്പോസ് ടു ബി ലൈക്ക് ദിസ്. ഇനി നമുക്ക് എന്ത് ചെയ്യണം? ഇനീഷ്യൽ ഫേസ് കണ്ട് ഇനീഷ്യൽ എവിടെ നിന്നാണ് ഇനീഷ്യൽ സ്റ്റാർട്ടിംഗ് പൊസിഷൻ? അത് സിമ്പിളി നമ്മൾ എന്ത് ചെയ്യാൻ മതി? ഇതിൽ കൊടുത്താൽ മതി cos 5 pi by 6. സോ നോക്കുകയാണെങ്കിൽ 150 ഡിഗ്രി. സോ 90%. സപ്പോസ് ഇവിടെ ആയിരിക്കും എന്തോ ഇനീഷ്യൽ സ്റ്റാർട്ടിംഗ് പൊസിഷൻ. ഓക്കെ, യെസ്. ഇനി രണ്ടാമത്തെ ഇവിടെ എക്സ് ഇസ് ഈക്വൽ ടു കോസ് പൈ ബൈ 6 മൈനസ് ടി. ഓക്കെ, ഇത് 3 നമുക്ക് എന്ത് ചെയ്യാം? അടുത്ത ക്ലാസ്സിൽ നമുക്ക് എന്ത് ചെയ്ത് സോൾവ് ചെയ്യാം. ഓക്കെ, യെസ്. ഇനി നമുക്ക് ക്വസ്റ്റ്യൻ നമ്പർ 13.13 നോക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 13.13. Question number 13.13 says, we have a figure like 13.21 shows a spring of force constant K clamped rigidly at one end and a mass small m is attached to its free end. A force capital F applied at the free end stretches the spring. Figure 13.21 shows the same spring with both ends free and attached to a mass small m at the either end. Each end of the spring in figure stretched by the same force F. What is the maximum extension of the spring in two cases? Maximum extension രണ്ട് കേസിലും സിമ്പിൾ ആയിരിക്കത്തില്ലേ? ഈ കേസിലെ മാക്സിമം എക്സ്റ്റൻഷൻ എങ്ങനെയാണ് കാണുന്നത്? നമുക്കറിയാം എഫ് ഇസ് ഈക്വൽ ടു എന്തായിരിക്കും? കെ ഇൻറ്റു എക്സ്. സോ മാക്സിമം എക്സ്റ്റൻഷൻ ഈ കേസിൽ എന്താണ്? എഫ് ബൈ കെ അല്ലെ? ഒന്നാമത്തെ കേസിൽ എന്താണത്? എഫ് ബൈ കെ. ഇവിടെ നമുക്ക് സി. യെസ്. ഇവിടെ ആക്ച്വലി എഫ് ആണ് നെറ്റ് ഫോഴ്സ് വരുന്നത് അല്ലേ? കറക്റ്റ് അല്ലേ? യെസ്. ഓക്കെ. ഈ രണ്ടാമത്തെ ബി കേസിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ വരുന്നത് ആക്ച്വലി എഫ് ഇസ് ഈക്വൽ ടു -2kx ആണ്. -2kx. സോ എക്സ് എന്തായിരിക്കും? എഫ് ബൈ 2k. യെസ്. In figure A and okay, if the masses in figure A and the two masses in figure B are released, what is the period of oscillation in each case? Okay, ഇവിടെയും എന്താ വരുന്നത്? F by yes. Okay, yes. So എന്ത് ചെയ്യാൻ അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. Yes, 13.14. The piston in the cylinder head of a locomotive has a stroke. You know, the stroke is actually twice the amplitude of 1 meter. Okay. If the piston moves with simple harmonic motion with an angular frequency of 200 radian per minute, what is the maximum speed? Okay. First എന്തൊക്കെ given ആണ്? Stroke given ആണ്. എന്ത് given ആണ്? Stroke given ആണ്. Stroke is actually 2 times amplitude ആണ്. That is given 1 meter.
piston moving SHM ആണ്. Angular frequency is given 200 radian per minute. കാണേണ്ടത് മാക്സിമം സ്പീഡ് ആണ്. മാക്സിമം സ്പീഡ് എന്തായിരുന്നു? ഇക്വേഷൻ A into omega അല്ലേ? ഇത് നമുക്ക് ആംപ്ലിറ്റ്യൂഡ് എന്താന്ന് കിട്ടും? 1/2 മീറ്റർ. സോ മാക്സിമം സ്പീഡ് ഈസ് ഈക്വൽ ടു 1/2 into 200. That is actually 100 radian per minute. Okay. നെക്സ്റ്റ് ചോദ്യം വരുന്നത് the acceleration due to gravity on the surface of moon is 1.7 meter per second square. What is the time period of a simple pendulum on the surface of moon if its time period on the surface of earth is 3.5 seconds? G on surface of the earth is 9.8 meter per second square. Okay. Time period in the formula എന്തായിരുന്നു? Time period T is equal to 2 pi into root of L by G. So time period compare ചെയ്യണമെങ്കിൽ time period of moon divided by time period of earth is equal to root of G on earth divided by G moon. കറക്റ്റ് അല്ലേ? നമുക്ക് ടൈം പീരീഡ് മൂന്നിന്റെ ടൈം പീരീഡ് അല്ലേ കാണേണ്ടത്? വാട്ട് ഈസ് ടൈം പീരീഡ് ഓഫ് pendulum? ഓക്കെ, മൂന്നിന്റെ ടൈം കാണേണ്ടത് 1.7 9.8. സോ TM by T is equal to 9.8 divided by 1.7. 1.7. Okay. So time period on the surface of moon is equal to root of 9.8 divided by 1.7 into time period on earth. Time period on earth എത്രയാണ്? 3.5. സോ നമ്മൾ ടാസ്ക് എന്ന് പറയുന്നത് എന്താണ്? റൂട്ട് ഓഫ് 98 ഡിവൈഡഡ് ബൈ 70. ഇത് കാണലാണ് നമ്മുടെ ടാസ്ക്. റൂട്ട് ഓഫ് 98 ഡിവൈഡഡ് ബൈ 70. അപ്രോക്സ് എടുക്കുകയാണെങ്കിൽ അപ്രോക്സ് ഒക്കെ സോൾവ് ചെയ്ത് വരുമ്പോൾ കിട്ടുന്നത് എത്രയാണ്? 8.4 സെക്കൻഡ് ആണ്. 8.4 സെക്കൻഡ്. എത്രയാണ് കിട്ടുന്നത്? 8.4 സെക്കൻഡ്. അടുത്ത ചോദ്യം, we have a simple pendulum of length L, and having a bob of mass capital M is suspended in a car. The car is moving on a circular track of radius R with a uniform speed V. If the pendulum makes small oscillations in a radial direction about its equilibrium position, what will be its time period? ഇവിടെ സെൻട്രിപെറ്റൽ ആക്സിലറേഷൻ കൂടി കാണും. കറക്റ്റ് അല്ലേ? യെസ്. സോ നമ്മൾ എങ്ങനെ അപ്രോച്ച് ചെയ്യണം ഈ കേസിൽ? ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി എത്ര കാണും? G കാണും അല്ലേ? യെസ്. ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി എത്ര കാണും? G. അതേപോലെ സെൻട്രിപെറ്റൽ ആക്സിലറേഷനും കാണില്ലേ? സെൻട്രിപെറ്റൽ ആക്സിലറേഷനും കാണും. എത്ര? V സ്ക്വയർ ബൈ R. കറക്റ്റ് അല്ലേ? യെസ്. വേർ V എന്താണ്? യൂണിഫോം സ്പീഡ് ഓഫ് ദ കാർ ആണ്. യൂണിഫോം സ്പീഡ് ഓഫ് ദ കാർ. R എന്താണ്? റേഡിയസ് ഓഫ് ദ ട്രാക്ക്. Okay. So effective G, that is actually G dash. So effective G എന്തായിരിക്കും? Effective G, that's G dash. G dash will be equal to root of G square plus V square by R whole square. So I can write G dash is equal to root of G square plus V raised to 4 divided by R square. Okay. And we know that time period T is equal to 2 pi into root of L upon G effective. This means will be equal to 2 pi into root of L upon G square plus V raised to 4 by R square all raised to 1 by 2. Okay, yes. അങ്ങനത്തെ കേസിൽ G ഇഫക്റ്റീവ് കണ്ടാൽ മതി. ഓക്കെ, ഈസി അല്ലേ? യെസ്. അടുത്ത 13.17. We have a cylindrical piece of cork of density of base, okay, of density rho,
base area A and height h floats in a liquid of density rho 1. Okay, ഇവിടെ density rho കൊടുക്കേണ്ടി വരും. Okay, density just rho കൊടുക്കും. Yes, density rho. Base area A, height h, liquid density ആണ് rho 1. The cork is depressed slightly and then released. Show that the cork oscillates up and down simple harmonically with the time period. Where rho is the density of the cork. Ignore damping due to viscosity of the liquid. Okay, oscillation ആണ് നമ്മൾ എന്ത് ചെയ്യണം, പ്രൂവ് ചെയ്യണം. ഈസി ചോദ്യമാണ്, എങ്ങനെ പ്രൂവ് ചെയ്യാം നമുക്ക്? യെസ്, നോക്കിക്കോ. ആദ്യം നമുക്ക് എന്തൊക്കെയാണ് ഗിവൺ എന്ന് നോക്കാം. ഗിവൺ എന്തൊക്കെ ക്വാണ്ടിറ്റീസ് ഗിവൺ ആണ്? ഒന്നാമത്തത് ബേസ് ഏരിയ ഓഫ് ദ കോർക്ക്. ബേസ് ഏരിയ ഓഫ് ദ കോർക്ക് ദാറ്റ് ഈസ് എ. രണ്ടാമത്തതോ ഹൈറ്റ് ഓഫ് ദ കോർക്ക്. ഹൈറ്റ് ഓഫ് ദ കോർക്ക് ദാറ്റ് ഈസ് h. മൂന്നാമത്തതോ ഡെൻസിറ്റി ഓഫ് ദ ലിക്വിഡ്. ഡെൻസിറ്റി ഓഫ് ദ ലിക്വിഡ് ദാറ്റ് ഈസ് rho 1. നാലാമത്തത് ഡെൻസിറ്റി ഓഫ് കോർക്ക്. ഡെൻസിറ്റി ഓഫ് ദ കോർക്ക് എത്രയാണ് വരുന്നത്? rho. Okay. നമുക്ക് പറയാൻ പറ്റും in equilibrium we can say that in equilibrium സിമ്പിൾ ആണ്. വെയിറ്റ് ഓഫ് ദ കോർക്ക് എന്തായിരിക്കും? വെയിറ്റ് ഓഫ് ദ ഡിസ്പ്ലേസ്ഡ് വാട്ടർ ആയിരിക്കൂലേ? യെസ്, ആർക്കിമിഡീസ് പ്രിൻസിപ്പിൾ പഠിച്ചതാണ്. ഇൻ ഇക്വിലിബ്രിയം weight of cork will be equal to weight of liquid displaced. Weight of cork will be equal to weight of liquid displaced. Okay, so നമുക്കിത് എങ്ങനെ പിക്ചറൈസ് ചെയ്യാം? ഇതാണ് ലിക്വിഡ് എന്ന് വിചാരിച്ചോ. സപ്പോസ് കോർക്ക് ഇതാണ് കോർക്ക് എങ്കിൽ കോർക്ക് ഉണ്ട് ഇത്രയും താഴോട്ട് പോയിട്ടുണ്ട്. സോ സപ്പോസ് എക്സ് ഡിസ്റ്റൻസ് താഴോട്ട് പോയിട്ടുണ്ടെങ്കിൽ ഓക്കെ, അതായത് നമുക്ക് എങ്ങനെ കൊടുക്കാം? ലെറ്റ് ദ കോർക്ക് ഡിപ്രസ്ഡ് മീൻസ് താഴോട്ട് എത്ര പോയി? ഡിപ്രസ്ഡ് സ്ലൈറ്റ്ലി ബൈ എക്സ്. ഓക്കെ, സോ ഇവിടെ അപ്ത്രസ്റ്റ് എന്തായിരിക്കും? അപ്ത്രസ്റ്റ് വിൽ ബി ഈക്വൽ ടു how much? എത്രയായിരിക്കും? weight of the upthrust എത്രയായിരിക്കും? upthrust that is the weight of the extra water displaced എത്രയായിരിക്കും? വോളിയം ഇൻറ്റു ഡെൻസിറ്റി ഓഫ് ദ വാട്ടർ rho 1 ഇൻറ്റു g. കറക്റ്റ് അല്ലേ? വെയിറ്റ് upthrust എത്രയായിരിക്കും ഇവിടെ? സി weight of the cork വരുന്നത് എത്രയായിരിക്കും? വോളിയം ഇൻറ്റു യെസ് വെയിറ്റ് ഓഫ് ദ കോർക്ക് വേണമെങ്കിൽ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? യെസ്, നമ്മൾ എഴുതാണെങ്കിൽ എഫ് ഇസ് ഈക്വൽ ടു മൈനസ് എ ഇൻറ്റു എക്സ് ഇൻറ്റു rho 1 ഇൻറ്റു ജി. കറക്റ്റ് അല്ലേ? rho 1 എന്തായിരുന്നു? ഡെൻസിറ്റി ഓഫ് ദ ലിക്വിഡ്. ഇത്രയും അല്ലേ നമ്മൾ എന്ത് ചെയ്യുന്നത്? ഡിസ്പ്ലേസ് ചെയ്യുന്നത്. യെസ്, ഇതായിരിക്കും അപ്ത്രസ്റ്റ് ഫോഴ്സ്. വി നോ ദാറ്റ് എഫ് ഇസ് ഈക്വൽ ടു കെ എക്സ്. അതായിട്ട് കമ്പയർ ചെയ്യുകയാണെങ്കിൽ എനിക്കിവിടെ കെ ഇസ് ഈക്വൽ ടു എന്തെഴുതാടാ? കെ ഇസ് ഈക്വൽ ടു എ rho 1 ജി. കറക്റ്റ് അല്ലേ? എ rho 1 ജി. യെസ് അല്ലേ? എ rho 1 ജി എഴുതാം. സോ ടൈം പീരീഡ് ഈസ് ഈക്വൽ ടു എന്താണ്? ടൈം പീരീഡ് വരിക 2π ഇൻറ്റു റൂട്ട് ഓഫ് എം അപ്പോൺ കെ. ഇവിടെ എം എന്താ വരിക? എം മാസ് ഓഫ് കോർക്ക് അല്ലേ? മാസ് ഓഫ് കോർക്ക് എന്തായിരിക്കും? വോളിയം ഓഫ് കോർക്ക് ഇൻറ്റു ഡെൻസിറ്റി ഓഫ് കോർക്ക്. ദാറ്റ് ഈസ് വോളിയം വിൽ ബി ഏരിയ ഇൻറ്റു ഹൈറ്റ് h ഇൻറ്റു റോ. കറക്റ്റ് അല്ലേ? സോ ടൈം പീരീഡ് ടി ഈസ് ഈക്വൽ ടു 2π ഇൻറ്റു റൂട്ട് ഓഫ് എം വന്നു എ എച്ച് റോ ഡിവൈഡഡ് ബൈ കെ എ rho 1 ജി. എ കട്ടായി പോയി. ടൈം പീരീഡ് ടി ഈസ് ഈക്വൽ ടു 2π ഇൻറ്റു റൂട്ട് ഓഫ് h rho divided by rho 1 h rho divided by rho 1. യെസ്, കറക്റ്റ് അല്ലേ? അതന്നല്ലേ നമുക്ക് കിട്ടിയത്. യെസ്,
സിംപ്ലി എത്രയാണ് അത്ര ആ ഫോഴ്സ് ദാറ്റ് ഈസ് അത് KX ആയിട്ട് നമ്മൾ എന്ത് ചെയ്താൽ മതി, കമ്പയർ ചെയ്താൽ മതി. ഓക്കെ, യെസ്. ഓക്കെ, ഇനി നമ്മളെ ലാസ്റ്റ് ചോദ്യമാണ്. One end of a U-tube containing mercury is connected to a suction pump and the other end to an atmosphere. Okay. A small pressure difference is maintained between the two columns, so that when the suction pump is removed, the column of mercury in the U-tube executes simple harmonic motion. When the suction pump is removed, the column of mercury in the U-tube executes simple harmonic motion. കാണാലോ? യെസ്. നമ്മൾ നേരെ ചെയ്ത പോലെ ഒരു അപ്രോച്ചിലേക്ക് നമുക്ക് പോകാം. യെസ്, ബ്ലാക്ക് കളർ യൂസ് ചെയ്യാം ഇവിടെ. ഒന്നാമത് ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ A ആണ് അല്ലെ. ഡെൻസിറ്റി ഓഫ് ദ മെർക്കുറി കോളം. മെർക്കുറി കോളത്തിന്റെ ഡെൻസിറ്റി എത്രയാണ്? ഡെൻസിറ്റി ഓഫ് മെർക്കുറി കോളം എത്രയാണ്? റോ. എന്താണ് ഇവിടെ? ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ ഓഫ് U-tube. ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ ഓഫ് ദ U-tube. മൂന്നാമത്തെ പോയിന്റ്. ഓക്കെ, G, ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി G ആണെന്ന് അറിയാം. സോ ഇവിടെ റിസ്റ്റോറിംഗ് ഫോഴ്സ് എന്തായിരിക്കും? ആക്ച്വലി വരുന്നത്, റിസ്റ്റോറിംഗ് ഫോഴ്സ് വരുന്നത് F is equal to weight of the mercury column. Weight of the mercury column of a certain height. അല്ലേ? കറക്റ്റ് അല്ലേ? എങ്ങനെ എഴുതാം? ദാറ്റ് ഈസ് F is equal to minus A into 2H into rho into G. Easy. So F is equal to minus 2A rho GH. ഇനി നമ്മൾ ഏത് ഇക്വേഷൻ ആയിട്ട് കമ്പയർ ചെയ്താൽ മതി ഇതിനെ? F is equal to minus KX. സോ ഇവിടെ H ആണ്. സോ എനിക്ക് F is equal to minus KH ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ K വരുന്ന എത്രയാണ്? 2A rho G. You know that time period T is equal to 2 pi into root of M upon K. 2 pi into root of M upon K. So ഇവിടെ K എന്താണ്? 2 pi into root of M upon 2A rho G. Yes, 2A rho G. Correct അല്ലേ? യെസ്. നിങ്ങൾക്ക് എന്തറിയാം? M എന്താണ് ഇവിടെ? ആക്ച്വലി M is the mass of the mercury column. M is the mass of mercury column. I suppose let small l be the length of the total mercury in the U-tube. And I can write as mass of mercury, that is M is equal to volume of mercury into density of mercury. It will be equal to mass M is equal to A into length L into rho. Correct അല്ലേ? So I can write hence T is equal to 2 pi into root of M എന്ത് വരും? AL rho. എന്താണ്? L ആണ്. AL rho divided by 2A rho G. Rho കട്ടായി, A കട്ടായി. Time period is equal to 2 pi into root of L upon 2. 2 pi root of L upon 2. എന്താണ് പ്രൂവ് ചെയ്യേണ്ടത്? യെസ്, സിമ്പിൾ ഹാർമോണിക് മോഷൻ ആണ് അത്. And time period is equal to 2 pi into root of L upon 2. ഓക്കെ, കുറച്ച് ചോദ്യങ്ങൾ ബാക്കിയുണ്ട്. ഇനീഷ്യലി ഈ ചോദ്യങ്ങൾ നമ്മൾ നാളെ എന്ത് ചെയ്യാം? നാളെ നമുക്ക് സോൾവ് ചെയ്യാം. ഇത് ജസ്റ്റ് ഒന്ന് നോക്കിയോ. The period T is the least time after which motion repeats itself. Thus motion repeats itself after n t where n is an integer.
And every periodic motion is not simple harmonic motion. Only that periodic motion governed by the force F is equal to minus kx is simple harmonic. അറിയാലോ, F is equal to minus kx ഫോളോ ചെയ്യുന്ന പീരിയോഡിക് മോഷൻസ് മാത്രമാണ് എന്ത് സിമ്പിൾ ഹാർമോണിക് മോഷൻ അല്ലേ? യെസ്. Circular motion can arise due to an inverse square law force as in planetary motion, as well as due to simple harmonic force in 2 dimension equal to like minus m omega square. Like actually for k എന്താണ് ഇവിടെ actually k is equal to m omega square. Yes. Okay, in letter case the phase of motion in two perpendicular direction x and y must differ by pi by 2. Yes. And for linear simple harmonic motion with a given omega, two initial conditions are necessary and sufficient to determine the motion completely. The initial conditions may be initial position, initial velocity, amplitude and phase, energy and phase. From point 4 above, given amplitude or energy, phase of motion is determined by the initial position or initial velocity. Yes. Last, a combination of two simple harmonic motion with arbitrary amplitude and phases is not necessarily periodic. It is periodic only if frequency of one motion is an integral multiple of the other frequency. Correct. However, periodic motion can always be expressed as a sum of infinite number of harmonic motions with appropriate amplitudes. Okay, the time period dimensions t leaves time for motion to repeat itself. Frequency obviously t inverse because frequency is 1 by time period. Angular frequency omega is again t raised to minus 1. The phase constant is dimensionless phi, and initial value of phase of displacement in SS. Force constant that is k mt raised to minus 2. Okay. Yes. The period of system does not depend on amplitude or energy or the phase constant. Contrast this with the periods of planetary orbits under gravitation. Kepler's third law following. The motion of a simple pendulum is simple harmonic for small angular displacement. Theta should be very small. ചെയ്യുമ്പോൾ ഒക്കെ ഇതിനെ കോസിന്റെ ടേംസിലേക്ക് മാറ്റുമ്പോൾ ഇങ്ങനെ എഴുതാൻ പറ്റും. യെസ്, കറക്റ്റ് അല്ലേ? യെസ്. And the motion of a simple pendulum swinging through small angles approximately simple harmonic. The period of oscillation is equal to defined root of L by G. And particle of mass oscillating under the influence of Hooke's law restoring force is equal to minus kx exhibits simple harmonic motion where omega is root of k by n capital. D is equal to 2 pi into root of m by q. Omega is equal to root of k by. Easy here. A particle executing simple harmonic motion has at any time kinetic energy that is k is equal to half mv square and potential energy u is equal to half kx square. No friction is present in the mechanical energy of the system. F E is equal to k plus u is always remains constant even k and u changes with the time. The force acting in a simple harmonic motion is proportional to the displacement and is always directed towards the center of motion.